തിരൂരിൽ 9 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് മാതാപിതാക്കൾ വിറ്റു. കുഞ്ഞിനെ വിറ്റവരും കുഞ്ഞിനെ വാങ്ങിയവരും തമിഴ്നാട്ടുകാരാണ്. കുഞ്ഞിൻ്റെ അമ്മ ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ അറസ്റ്റിലായി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സമീർ, ശരിക്കും ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് താമസിക്കുന്ന മാതാപിതാക്കളാണോ ഈ 1.5 ലക്ഷം രൂപ കുഞ്ഞിനെ വിറ്റത്? പറയൂ. SKN തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ കേരളത്തിൽ താമസിച്ച് ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളാണ് ഈ കുഞ്ഞിനെ വിറ്റവരും വാങ്ങിയവരും എന്നുള്ളതാണ്. ഈ 9 മാസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞായ പെൺകുഞ്ഞിനെയാണ് ഈ തമിഴ്നാട് സ്വദേശികൾ വിറ്റിരിക്കുന്നത്. കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മ കീർത്തന, രണ്ടാനച്ഛൻ ശിവ, കുട്ടിയെ വാങ്ങിയ ആദിലക്ഷ്മി, ഇടനിലക്കാരായ ദമ്പതികളായ ഷെന്തിൽകുമാർ, പ്രേമലത എന്നിവരെയാണ് ഈ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കച്ചവടം നടന്നിരിക്കുന്നത് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ കുഞ്ഞിന്റെ അമ്മ കീർത്തനയും ഈ കുഞ്ഞിന്റെ രണ്ടാനച്ഛൻ ശിവയും താമസിക്കുന്നത് തിരൂരിലെ ഒരു വാടക ക്വാർട്ടേഴ്സിലാണ്. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഈ കുട്ടിയെ കാണാതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായതായി ഈ അയൽവാസികളാണ്, ഈ തൊട്ടപ്പുറത്ത് മുറിയിൽ താമസിക്കുന്ന ആളുകളാണ് ഈ തിരൂർ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. കാരണം 9 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർക്കൊപ്പമുണ്ട്. എന്നാൽ ഇന്നു മുതൽ ആ കുട്ടിയെ കാണുന്നില്ല എന്നുള്ളതായിരുന്നു ഈ അയൽവാസികൾ തിരൂർ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചത്. അതിന് പിന്നാലെ തിരൂർ പോലീസ് ഇവരെ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഈ കുഞ്ഞിനെ വിറ്റ കാര്യം ഈ മാതാപിതാക്കൾ വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഈ കോഴിക്കോട് സ്വദേശിയായ ആദിലക്ഷ്മി എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു സ്ത്രീക്കാണ് ഈ കുഞ്ഞിനെ വിറ്റത് എന്ന് ഈ പ്രതികൾ താങ്കൾ തുടരുക. ഞാൻ ഇപ്പോൾ നമ്മുടെ CWC അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാം. അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട്, നമസ്കാരം. പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? അല്ല, നമ്മളുടെ മുന്നിൽ കുട്ടിയെ ഹാജരാക്കിയിരുന്നു. ഇന്ന് വൈകിട്ട് കുട്ടിയെ നമ്മളുടെ മുന്നിൽ ഹാജരാക്കിയിട്ട് നമ്മൾ ശിശുക്ഷേമ സമിതിയുടെ മലപ്പുറത്തുള്ള ശിശുപരിപാലന കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇത്തരം സംഭവങ്ങൾ സാധാരണ കേരളത്തിൽ നടക്കാത്തതാണ്. തമിഴ്നാട്ടുകാരാണ് ചെയ്തതെങ്കിലും കേരളത്തിൽ തന്നെയാണല്ലോ സംഭവിച്ചത്. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? കേരളത്തിൽ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല. ഇതിപ്പോ തമിഴ്നാട് സ്വദേശിയായ ഒരു സ്ത്രീയും അവരുടെ 2ാം ഭർത്താവും കൂടി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയും തിരൂർ ബസ് സ്റ്റാൻഡിനടുത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയും മറ്റൊരു സ്ത്രീ, തമിഴ്നാട്ടിലുള്ള മറ്റൊരു സ്ത്രീക്ക് ഈ കുട്ടിയെ 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നത്. അല്ല, ഇതിന് ഇനി അടുത്ത നടപടിക്രമം എന്തായിരിക്കും? അടുത്ത നടപടിക്രമം എന്ന് വെച്ചപ്പോ പോലീസ് ഇപ്പോ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75, 81 അനുസരിച്ചിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. അപ്പൊ 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടികളുടെ ഉത്തരവാദിത്വമുള്ള കുട്ടികളുടെ നിയന്ത്രണമുള്ള പിന്നെ രക്ഷിതാക്കൾ കുട്ടിയെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഒരു സെക്ഷനാണത്. അതുകൂടാതെ പിന്നെ JJ ആക്ടിൽ 81 പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. അത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി കുട്ടിയെ വിൽക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ BNS 143(4) പ്രകാരം കുട്ടിയെ മനുഷ്യക്കടത്തിന്റെ ഭാഗമായിട്ട് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ കുട്ടിയെ തന്നു. നമ്മൾ ആ കുട്ടിയെ ശിശുപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. പോലീസ് ഇത് സ്വാഭാവികമായിട്ടും ഇതിന്റെ തുടരന്വേഷണം നടത്തണം. ഈ വിറ്റ ആളിന്റെ തന്നെയാണോ കുട്ടി എന്നതിന്റെ DNA പ്രൊഫൈലിംഗ് അടക്കമുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തണം. അതിനുശേഷം കുട്ടിയുടെ തുടർന്നുള്ള പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തീരുമാനിക്കും. ഓക്കെ, താങ്ക് യു. നമസ്കാരം. അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാടാണ്. അദ്ദേഹം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ സമീർ ബിൻ കരീം തുടരുകയാണ്. സമീർ, ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഈ വാർത്തയുടെ 1.5 ലക്ഷം രൂപയ്ക്ക് തമിഴ്നാട്ടിലെ ഒരു വീട്ടമ്മ അവരുടെ 2ാം ഭർത്താവിൻ്റെ കൂടെ താമസിക്കുമ്പോൾ തിരൂരിൽ വെച്ച് കുട്ടിയെ വിറ്റു. പോലീസിൻ്റെ കസ്റ്റഡിയിലായി. വാങ്ങിച്ചവരും പ്രതികളായി, വിറ്റവരും പ്രതികളായി. അത് കഴിഞ്ഞ് അതേ സ്കാൻ, അതായത് കോഴിക്കോട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളാണ് ഈ കുഞ്ഞിനെ വാങ്ങിയത് എന്നുള്ളതാണ്. ഈ ആദിലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ കുഞ്ഞിനെ വാങ്ങിയിരിക്കുന്നത്. അതിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചിരിക്കുന്നവരാകട്ടെ ഷെന്തിൽകുമാർ, പ്രേമലത എന്നീ 2 പേരാണ്. ഇവർ ദമ്പതികളാണ്. ഇവരാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ചത്. ഈ ആദിലക്ഷ്മിയാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരോട് പറയുന്നത്. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മയിലേക്കും 2ാം അച്ഛനിലേക്കും ഇവരെത്തുകയും അങ്ങനെ കുഞ്ഞിനെ വാങ്ങുകയും ചെയ്തിരിക്കുന്നത്. ആദ്യം 3 ലക്ഷം രൂപയാണ് ഈ കുഞ്ഞിനെ
വിൽക്കാനായി ഈ കുഞ്ഞിന്റെ അമ്മ ആവശ്യപ്പെട്ടത്. പക്ഷെ പിന്നീട് അത് 1.5 ലക്ഷത്തിലേക്ക് കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ 1.5 ലക്ഷം രൂപയ്ക്ക് ഇന്നലെയാണ് ഈ കുഞ്ഞിനെ കൈമാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പോലീസ് ഇത് കണ്ടെത്തി കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരാണ് കുഞ്ഞിനെ വാങ്ങിയവർ. അവർക്ക് പല ഘട്ടങ്ങളിലായി അവർ ഈ കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഒന്നും വിജയിക്കാതെ വന്നതോടു കൂടിയാണ് കുഞ്ഞിനെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുഞ്ഞിനെ വാങ്ങിയ ആദിലക്ഷ്മി 30 വർഷമായി ഈ കേരളത്തിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയാണ്. ഈ സെന്തിൽകുമാറും ഈ ഇടനിലക്കാരെ പ്രവർത്തിച്ച സെന്തിൽകുമാറും പ്രാമലതയും 15 വർഷമായി കേരളത്തിൽ താമസിക്കുന്നവരാണ്. അങ്ങനെ ഇവിടെ ജോലി ചെയ്ത് താമസിക്കുന്നവരാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ വിൽക്കപ്പെട്ടവരും വാങ്ങിയവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവത്തിനാണ് ഇന്ന് തിരൂർ പോലീസ് സ്റ്റേഷൻ സാക്ഷിയായത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ അയൽവാസികളുടെ അവസരോചിതമായ ഇടപെടലും പോലീസിന്റെ ഇടപെടലുമാണ് ഈ വിഷയത്തിൽ ഈ കുഞ്ഞിനെ അതിവേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ കുഞ്ഞിനെ ഇവർ കൊണ്ടുപോകുന്നു. ഇന്ന് തന്നെ പോലീസ് അവരെ കണ്ടെത്തി ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നു. പിന്നീട് പോലീസ് ഈ കുഞ്ഞിനെ വൈദ്യപരിശോധന അടക്കം വിധേയമാക്കി കുഞ്ഞിനെ പിന്നീട് CWC കൈമാറുകയും ആ കുഞ്ഞിനെ ഒരു സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെല്ലാം തന്നെ പോലീസ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രതികളെ റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കാരണം നിലവിൽ 5 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയ ആളുകളുണ്ടോ, അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട് സ്വദേശികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ സമാനമായ രീതിയിൽ കുട്ടികളെ ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്നതടക്കം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മലപ്പുറം തിരൂരിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഏതായാലും ആ കുഞ്ഞിനെ ഇപ്പോൾ പോലീസ് രക്ഷപ്പെടുത്തിയിരിക്കുന്നു, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ശക്തമായ നടപടി കേസിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി തിരൂരിൽ നിന്നും ചേർന്നത്. സ്വന്തം അമ്മയും രണ്ടാം ഭർത്താവും കൂടെ ചേർന്ന് ഒരു കുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് തമിഴ്നാട്ടിലെ മറ്റു 2 പേർക്ക് വിറ്റു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം.